ശുക്രൻ അല്ലെങ്കിൽ വീനസ് എന്ന ഗ്രഹത്തെക്കുറിച്ച് പുരാതന കാലം മുതൽ അതൊരു സന്തോഷത്തിൻ്റെയും പ്രോസ്പെറിറ്റിയുടെയും ഗുഡ് ലക്കിൻ്റെയും നല്ല അനുഭവങ്ങളുടെയും ഒക്കെ ഒരു ഗ്രഹമായിട്ടാണ് കരുതിയിരുന്നത്. ശുക്രനെ കുറിച്ച് 1935 എഡ്ഗർ റൈസ് ബറോസ് എന്ന എഴുത്തുകാരൻ ഒരു സീരീസ് ഓഫ് കഥകൾ എഴുതുകയുണ്ടായി. ഒരു നോവൽ പരമ്പര തന്നെ എഴുതുകയുണ്ടായി. ഇദ്ദേഹമാണ് ടാർസൻ കഥകൾ എഴുതിയ വ്യക്തി. ടാർസൻ എങ്ങനെയാണോ ആഫ്രിക്കയിലെ ഘോരവനങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുപോലെ വീനസിൽ ചില ആൾക്കാർ പോവുകയും അവിടെ വളരെ ഘോരവനങ്ങൾ നിറഞ്ഞതും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമൊക്കെ ഉള്ള ഒരു ഗ്രഹമായിട്ടാണ് അദ്ദേഹം ശുക്രനെ കണ്ടത്. 1943 CS ലൂയിസ് എന്നുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹമാണ് ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നൊക്കെയുള്ള ഫാന്റസി നോവൽസ് എഴുതിയത്. അദ്ദേഹം വീനസിനെ കുറിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹവും വീനസിനെ കാണുന്നത് വലിയ സ്വർഗതുല്യമായിട്ടുള്ള ഗാർഡൻ ഓഫ് ഈഡനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇടമായിട്ടാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ 1960-കളിൽ 70-കളിൽ അമേരിക്കയുടെ നാസയും അന്നത്തെ സോവിയറ്റ് യൂണിയനുമൊക്കെ പല സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസും വീനസിനെ ലക്ഷ്യമായിട്ട് നടത്തുകയും വീനസ് അങ്ങനെ വളരെ സമാധാനപരമായിട്ട് സമർത്ഥ സുന്ദരമായിട്ടുള്ള ഒരു ഇടമല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വീനസിന്റെ ഉപരിതല താപമാനം തന്നെ ഏതാണ്ട് 465 ഡിഗ്രി സെൽഷ്യസ് ആണ്. പല ലോഹങ്ങളെയും ഉരുക്കാൻ ശേഷിയുള്ള ചൂട്. ഒരുപക്ഷെ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമല്ലെങ്കിലും മെർക്കുറി ആണ് ഏറ്റവും അടുത്ത ഗ്രഹം. എന്നാൽ വീനസ് മെർക്കുറിയേക്കാളും താപമാനമുള്ള സർഫസ് ടെമ്പറേച്ചറുള്ള ഒരു ഗ്രഹമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രഷർ കൂടിയ അന്തരീക്ഷമാണ് ഇന്ന് ശുക്രനിലുള്ളത്. ഏതാണ്ട് 95% കാർബൺ ഡയോക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ സൾഫ്യൂരിക് ആസിഡിന്റെ കണങ്ങൾ ധാരാളമായി കാണുന്നു. അപ്പം ഈ ചൂടും ഈ പ്രഷറും സൾഫ്യൂരിക് ആസിഡുമൊക്കെ ഒരു നരകതുല്യമായിട്ടുള്ള ഇടമായിട്ടാണ് ഇന്ന് വീനസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ എക്കാലവും വീനസ് ഇങ്ങനെ ആയിരുന്നു. വീനസിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു. 2020 ഒരു പഠനം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയായി. ടെലസ്കോപ്പിക് ഡേറ്റയിലൂടെ നിരീക്ഷിച്ച് ഫോസ്ഫീൻ എന്നുള്ള ഒരു വാതകത്തിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ് കാണാൻ സാധിച്ചു എന്നാണ് അന്ന് വന്ന ഒരു പഠനം ചൂണ്ടിക്കാട്ടിയത്. ഫോസ്ഫീൻ ഗ്യാസ് ഭൂമിയിൽ ഉണ്ടാകുന്നത് ഒന്നുകിൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രാസപ്രക്രിയകളിലൂടെയാണ്, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ജൈവിക പ്രക്രിയയിലൂടെയും ഫോസ്ഫീൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഫോസ്ഫേറ്റും ഹൈഡ്രജനും ചേർന്ന ഒരു മോളിക്യൂളാണ് ഈ ഫോസ്ഫീൻ. കീടനാശിനികൾക്കൊക്കെ നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഫോസ്ഫീൻ. അതുകൊണ്ട് ഭൂമിയിൽ അത് മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള ചില മൈക്രോബ്സിന്റെ ചില സൂക്ഷ്മാണുക്കളുടെ പ്രവൃത്തി മൂലവും ഫോസ്ഫീൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. വീനസിലെ അന്തരീക്ഷത്തിൽ എങ്ങനെ ഫോസ്ഫീൻ ഗ്യാസ് ഉണ്ടായി എന്നുള്ളത് ചർച്ചകൾക്ക് വഴി തെളിച്ചു. അത് ഫോസ്ഫീൻ ഗ്യാസ് ആയിരിക്കില്ല, തെറ്റിയതായിരിക്കാം. അഥവാ ഫോസ്ഫീൻ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നേരിയ തോതിൽ മാത്രമാണ് ഉള്ളത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും ഇത് വീനസിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കാലത്ത് നിലനിന്നിരുന്നു, അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾക്ക് ആ സമയം മുതൽ ഇന്ന് വരെ അത് തുടക്കമിട്ടു. വീനസിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ഔട്ട് ഗ്യാസിംഗ് ഇവന്റ് നടന്നിരിക്കുന്നു. അതായത് കാർബൺ ഡയോക്സൈഡ് വലിയ തോതിൽ ആ ഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാണ് അന്തരീക്ഷം ഒരു കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ അന്തരീക്ഷമായി മാറിയത് എന്നാണ് ഇന്ന് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നും ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അത് ഭൂമിയുടെ ഒരു ഇരട്ടയെ പോലെ, ഭൂമിയിൽ എങ്ങനെയാണോ ജീവൻ നിലനിന്നിരുന്നത്, ഭൂമിയിൽ എങ്ങനെയാണോ ഭൗമിക പ്രക്രിയകൾ നിലനിന്നിരുന്നതിന് അതിന് തുല്യമായിട്ടുള്ള പ്രക്രിയകളും അതിന് തുല്യമായിട്ടുള്ള ജീവാവസ്ഥയും നിലനിന്നിരുന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നും ഈ അടുത്ത കാലത്തും പല പഠനങ്ങൾ
ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, ജീവനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ഒരു സവിശേഷത ജീവനുള്ള ഒരു ഗ്രഹം ആണ് എന്നത് മാത്രമല്ല, ഇത് ഒരു ജീവിക്കുന്ന ഗ്രഹവും കൂടിയാണ്. അതായത് നിരന്തരമായിട്ടുള്ള പ്രക്രിയകൾ, ഭൗമിക പ്രക്രിയകൾ അരങ്ങേറുന്ന ഒരിടം കൂടിയാണ് ഭൂമി. നമുക്ക് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സുനാമി ഉണ്ടാകുന്നുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഭൂമിയുടെ ഒരു ജൈവ പ്രക്രിയയെ നമുക്ക് കാണിക്കുന്നു. ഇത് ഭൂമി ഒരു ഡൈനാമിക് പ്ലാനറ്റ് ആണ്, ഒരു മരിച്ച ഗ്രഹമല്ല, ജീവനുള്ള ഗ്രഹമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഭൂമിയെ കാണാൻ സാധിക്കും. ഈ ജൈവ ഗ്രഹമാണ്, ജീവനുള്ള ഗ്രഹമാണ് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അത് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നുള്ള ഒരു പ്രക്രിയ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന്റെ സർഫസ് പല പ്ലേറ്റുകളായിട്ട് വിഘടിക്കുകയും ആ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലും ഉരസലുമെല്ലാമാണ് ഭൂമിയുടെ ഒരു ഡൈനാമിസം നിലനിർത്തുന്നത്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ജീവന്റെ ഉൽപ്പത്തിക്കും ജീവന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ് എന്ന് പല ശാസ്ത്രജ്ഞന്മാരും വിലയിരുത്തുന്നുണ്ട്. നമ്മൾ ചൊവ്വയില് ജീവൻ തേടുമ്പോൾ, അല്ലെങ്കിൽ സൗരയുധത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു എക്സോ പ്ലാനറ്റ്, ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഒരു പ്ലാനറ്റിൽ ജീവന്റെ തെളിവുകൾ തേടുമ്പോൾ ഇന്ന് നോക്കാൻ ശ്രമിക്കുന്നത് അതൊരു ഡൈനാമിക് പ്ലാനറ്റ് ആണോ, അതില് പ്ലേറ്റ് ടെക്ടോണിക്സിന് സമാനമായിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ജീവന്റെ ആധാരമെങ്കിൽ ഈ പ്ലേറ്റ് ടെക്ടോണിക്സിനെയും നിലനിർത്തുന്നത് ജീവനാണ് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഈ പ്ലേറ്റ് ടെക്ടോണിക്സിനെ ചലിപ്പിക്കുന്നത് എന്താണ്? വളരെ കാലം നമ്മൾ അത് അനുമാനിച്ചിരുന്നത് ഭൂമിയുടെ ആന്തരിക ചൂട്, ഹീറ്റ്, ഇന്റേണൽ ഹീറ്റാണ് പ്ലേറ്റ് ടെക്ടോണിക്സിനെ ചലിപ്പിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെയും സൂര്യന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള്, അതും പ്ലേറ്റ് ടെക്ടോണിക്സിനെ ചലിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശുക്രനിലേക്ക് നോക്കുമ്പോൾ, ശുക്രനില് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് മൂലമാണ് വലിയ രീതിയിലുള്ള ഔട്ട് ഗ്യാസിംഗ് ഉണ്ടായത് ആയിട്ട് നമ്മൾ കാണുന്നു. അടുത്ത കാലത്ത് നടത്തിയ പല പഠനങ്ങളും എത്രമാത്രം അഗ്നിപർവ്വത ആക്ടിവിറ്റി ശുക്രനിൽ നിലനിന്നിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ഏതാണ്ട് 100,000-ഓളം വോൾക്കാനോസിനെ, അഗ്നിപർവ്വതങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലത് ഇന്നും ആക്റ്റീവാണ്, ഇന്നും പ്രവർത്തിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് എന്നും സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ശക്തമായിട്ടൊരു കാലത്ത് നിലനിന്നിരുന്നു എന്നും ആ പ്ലേറ്റ് ടെക്ടോണിക്സ് ഇന്ന് ചെറിയൊരു രീതിയിലാണെങ്കിലും ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ചിലര് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക്സ് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ ജലത്തിന്റെ ലഭ്യതയും നദികളും പുഴകളും തടാകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും ചൂട് ഇന്നത്തെ പോലെ 465 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഒരു 20 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിലുള്ള ജീവനെ നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശരാശരി താപമാനമാണ് ശുക്രനിൽ ഇതിനു മുമ്പ് നിലനിന്നതായിട്ട് പറയപ്പെടുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് നിലനിർത്താൻ ഒരു ഉപഗ്രഹത്തിന്റെ ആവശ്യമുണ്ട്, നമ്മുടെ ചന്ദ്രനെ പോലെയുള്ള ഒരു ഉപഗ്രഹത്തിന്റെ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. അത്തരത്തിലുള്ള ഒരു ഉപഗ്രഹവും വീനസിനുണ്ടായിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാര് വിലയിരുത്തുന്നു. ഒരു കാലഘട്ടത്തിൽ ആ ഉപഗ്രഹം എങ്ങനെയോ വീനസിൽ നിന്ന് നഷ്ടമായി പോകുന്നു. അത് കാരണമായിരിക്കാം വീനസിന് ഇന്ന് കാണുന്ന മറ്റൊരു പ്രത്യേകതയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വീനസ് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭൂമിയെ പോലെയല്ല, ഭൂമിക്ക് എതിർവശമാണ് കറങ്ങുന്നത്. അത് ഒരു റെട്രോഗ്രേഡ് റൊട്ടേഷൻ, റെവല്യൂഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്, ഒരു റെട്രോഗ്രേഡ് റെവല്യൂഷൻ ഓഫ് ഇറ്റ്സ് ആക്സിസ് ആണ് നമുക്ക് ശുക്രനിൽ കാണാൻ സാധിക്കുന്നത്. ശുക്രന്റെ മറ്റൊരു പ്രത്യേകത, അത് സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം വലയം വയ്ക്കാൻ അതിന് 225 ഭൂമി ദിവസങ്ങൾ ആവശ്യമുണ്ട്. ഭൂമിയുടെ ദിവസങ്ങൾക്ക് സമാനമായി ഉള്ള ഒരു സമയം 225 ദിവസങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഒരു ദിവസം, അതിന്റെ അച്ചുതണ്ടിൽ ഒരു കറക്കം കറങ്ങാൻ വേണ്ടി അതിനേക്കാൾ സമയം ആവശ്യമുണ്ട്. 145ഓളം ദിവസങ്ങൾ, ഭൂമി ദിവസങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ശുക്രനിലെ ഒരു വർഷം എന്ന് പറയുന്നത് ശുക്രന്റെ ഒരു ദിവസത്തെക്കാൾ ചെറുതാണ്. അങ്ങനെയുള്ള ഒരു വിരോധാഭാസം
ശുക്രനിൽ നിലനിൽക്കാൻ കാരണം അതിൻ്റെ ചന്ദ്രനെ നഷ്ടപ്പെട്ട ഒരു കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. അതിനെ തുടർന്നായിരിക്കാം ഏതാണ്ട് 700 മില്യൺ ഇയേഴ്സ് മുമ്പ് വലിയ ഒരു ഔട്ട് ഗ്യാസിംഗ് ഇവന്റ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പുറത്തേക്ക് തള്ളിവിടൽ ഉണ്ടാകുകയും അന്തരീക്ഷം മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറയുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു. ഭൂമിയിൽ ജീവന്റെ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം, കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സമയത്താണ് ഈ ഒരു പ്രതിഭാസം ശുക്രനിൽ അരങ്ങേറുന്നതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ ശുക്രനും ഭൂമിയും ഏതാണ്ട് ഇരട്ടകളെ പോലെ ഒരു ഭൗമിക പരിണാമത്തിന് വിധേയമായിട്ട് വരികയാണെങ്കിൽ ഒരു ജീവന്റെ ഒരു ആധിക്യം, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ശുക്രനിൽ എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചിരുന്നിരിക്കാം. അതുകൊണ്ട് അവിടെ എർലി ഫോംസ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാചീന ജൈവ സ്പീഷീസുകളുടെ അഭാവം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഭൂമിയെ പോലെ തന്നെ ഭൂമിയിൽ ഏതാണ്ട് 400 കോടി വർഷമായിട്ട് നമുക്ക് ജീവനെ അടയാളപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ ശുക്രനിലും വലിയ ഒരു കാലം ജീവന്റെ നിലനിൽപ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഏതാണ്ട് 700 മില്യൺ ഇയേഴ്സ് മുമ്പ് അതിന്റെ വലിയൊരു ആഘാതത്തിൽ നിന്ന്, ശുക്രനിൽ സംഭവിച്ച എന്തോ വലിയൊരു ആഘാതത്തിൽ അവിടെ ജീവന്റെ തുടർച്ച സംഭവിക്കാതെ പോയി എന്ന് വേണം കരുതാൻ. അങ്ങനെ ജീവൻ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വസ്തുവല്ല. ജീവൻ എങ്ങനെ ഒരു ഗ്രഹത്തിൽ നിലനിൽക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ റെസീലിയന്റ് ആണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള കഴിവ് ജീവനുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിച്ച് നിലനിൽക്കാനുള്ള ഒരു കരുത്ത് ജീവനുണ്ട്. ഭൂമിയിൽ തന്നെ വളരെ ചൂടുകൂടിയതും വളരെ അസിഡിക് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ പോലുള്ള കണങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ പോലും, ചില ഇടങ്ങളിൽ പോലും നമുക്ക് ജീവനെ കണ്ടെത്താൻ സാധിക്കും. ആ കണ്ടീഷൻസ് മാറിയാലും ജീവൻ ആ കണ്ടീഷൻസിനെ അവിടെ നിലനിർത്താൻ വേണ്ടി ജീവൻ പരിശ്രമിക്കുന്നു. ജീവൻ മാറിയാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായാലും അവിടെ നിലനിൽക്കുന്നു എന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആഘാതം ശുക്രനിൽ സംഭവിച്ചിരുന്നാലും സൂക്ഷ്മകണങ്ങള്, മൈക്രോബിയൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തിരിക്കാം എന്നുള്ള ഒരു അനുമാനം ഇന്ന് ശാസ്ത്രജ്ഞന്മാരെടുക്കുന്നുണ്ട്. ജീവന്റെ ഒരു നിലനിൽപ്പ് ചെറിയ തോതിലെങ്കിലും അത് ശുക്രനിൽ ഇന്നും കാണാൻ സാധിക്കും. അപ്പൊ എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 465 ഡിഗ്രി സെൽഷ്യസ് ഉപരിതലത്തിലെ താപമാനമുള്ള ഒരിടത്ത് അങ്ങനെ ജീവൻ നിലനിൽക്കുന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ ഒരു 50-60 കിലോമീറ്റർ ഉയരത്തിൽ ഇതുപോലെ 20 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപമാനമുള്ള മേഖലകൾ നമുക്ക് ടെമ്പറേറ്റ് സോൺസ് ശുക്രനിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. അത്തരം ഇടങ്ങളിൽ ഒരുപക്ഷെ അമോണിയയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, ഫോസ്ഫിൻ ഗ്യാസ് പോലെ തന്നെ അമോണിയയും ചില ശാസ്ത്രജ്ഞന്മാര് അവിടെ ഉള്ളതായിട്ട് അഭിപ്രായപ്പെടുന്നു. അമോണിയ ആൽക്കലീൻ ആണ്. സൾഫ്യൂരിക് ആസിഡിനെ പ്രതിരോധിച്ച് ജീവന് നിലനിൽക്കാൻ പറ്റിയ മൈക്രോ എൻവിറോൺമെന്റ്സ്, സൂക്ഷ്മമായിട്ടുള്ള നിഷ്യുകൾ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഫോസ്ഫിന്റെയും അമോണിയയുടെയും ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ കാണുന്നത് ശുക്രനിൽ നിലനിന്നിരുന്ന ജീവൻ അത് അതിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അത് പിന്നീട് അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവര് സൂചിപ്പിക്കുന്നത്. 1960കളിലും 70കളിലും ഭൂമിക്ക് പുറത്ത് ജീവൻ എവിടെയൊക്കെ നിലനിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ അരങ്ങേറുകയുണ്ടായി. ആ പഠനങ്ങൾ ആദ്യം ലക്ഷ്യമാക്കിയത് ശുക്രനെയും ചൊവ്വയും പോലുള്ള ഭൂമിയുടെ അടുത്ത ഗ്രഹങ്ങളെയായിരുന്നു. എന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ 2 ഗ്രഹങ്ങളും ഭൂമിയുടെ ഒരു പരിസ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ 2 ഗ്രഹങ്ങളിലും നിലനിൽക്കുന്നത്. ഒന്ന്, അതീവമായിട്ടുള്ള താപമാനത്തിൽ ചുട്ടുപഴുകുന്ന നരകതുല്യമായിട്ടുള്ള പ്ലാനറ്റായിട്ട് ശുക്രൻ നിലനിൽക്കുമ്പോൾ തണുത്ത ഒരു ഗ്രഹമായിട്ട് ചൊവ്വ നിലനിൽക്കുന്നു. കാൾ സാഗൻ പോലെ ജെയിംസ് ലവ്ലോക്ക് എന്ന ശാസ്ത്രജ്ഞന്മാര് ആണ് ആദ്യകാലത്തില് ഈ പഠനങ്ങൾ നടത്തിയത്. സാഗൻ
പിന്നീട് ന്യൂക്ലിയർ വിന്ററിനെ കുറിച്ചും പിന്നീട് അത് കഴിഞ്ഞിട്ട് ആഗോള താപനത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ശുക്രനെയും ചൊവ്വയെയും ഒക്കെ പഠിച്ചിട്ടാണ്. അലൻ ഗ്രിൻസ്പൂൺ എന്ന ഒരു അസ്ട്രോളജിസ്റ്റ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച എർത്ത് ഇൻ ഹ്യൂമൻ ഹാൻഡ്സ് എന്ന പുസ്തകത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഭൂമിയിലും ഇത്തരത്തിലുള്ള അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ശുക്രനെ പോലെ നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥ ഭൂമിയിലും വന്നുകൂടായികയില്ല. അത് ഒരുപക്ഷെ ആദ്യകാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലൂടെ ന്യൂക്ലിയർ ഉപകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്ത് ഇവിടെ ജീവൻ ഇല്ലാതായിത്തീരുകയും ഒരു ന്യൂക്ലിയർ വിന്റർ വളരെ കാലം നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരും എന്നായിരുന്നു. എന്നാൽ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഫോസൽ ഇന്ധനങ്ങൾ യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂട്ടുകയും അത് താപമാനം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഈ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ മോഡൽ ചെയ്ത് ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഡേറ്റ കൊണ്ടുവന്ന് നമ്മൾ പഠിച്ച് ഇതിനെക്കുറിച്ച് അറിവുകൾ കൂട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ ആദ്യകാല സൂചനകൾ, ആദ്യ കാലഘട്ടത്തിൽ 60കളിലും 70കളിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ, ഡയറക്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ശുക്രനിൽ നിന്നും ചൊവ്വയിൽ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളെ പഠിക്കുക എന്നുള്ളത് അവിടെ ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമല്ല, ആ ജീവൻ നിലനിൽക്കാൻ ആധാരമായിട്ടുള്ള കാരണങ്ങൾ എങ്ങനെ ഇല്ലാതായിത്തീരും, പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും അത് ഭൂമിയിൽ വരുത്താതിരിക്കാൻ മനുഷ്യരാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കി തരുന്നതിനും ഒക്കെയാണ്. അതുകൊണ്ട് 2020 ഫോസ്ഫിൻ ഗ്യാസും അമോണിയയുടെയും ഒക്കെ സംശയങ്ങൾ പുറപ്പെടുപ്പിച്ച സമയം മുതൽ നമുക്ക് വീനസിലേക്ക്, ശുക്രനിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഇന്ന് ശക്തമാകുന്നുണ്ട്. 60കളിലും 70കളിലും നേരത്തെ പറഞ്ഞതുപോലെ നാസയും സോവിയറ്റ് യൂണിയനും ധാരാളം പരീക്ഷണങ്ങൾ വീനസിൽ നടത്തിയിട്ടുണ്ട്. മാരിനർ എന്ന് പറയുന്ന പേടകം ആദ്യമായിട്ട് വീനസിന്റെ അന്തരീക്ഷത്തിന്റെ അടുത്തുകൂടെ ഒരു ഫ്ലൈ ബൈ നടത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഒരു പേടകം 1970 അതിന്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യിപ്പിക്കുകയും അവിടെ നിന്ന് ഉപരിതലത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് ഈ തരം വീനസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ അന്വേഷണങ്ങൾ പിന്നീട് അതിൽ ശ്രദ്ധ കുറയുകയും അതിൽ പിന്നീട് അത് നിലച്ചു പോവുകയും ചെയ്തു. ഇന്ന് നാസ വീണ്ടും ശുക്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഡാവിഞ്ചി എന്ന് പറയുന്ന ഒരു മിഷൻ 2030 ശുക്രനിലേക്ക് യാത്ര തിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്. അതുപോലെ ജപ്പാന്, യൂറോപ്യൻ സ്പേസ് ഏജൻസി മുതലായവരും ഇത്തരം വീനസിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2020 ഇറങ്ങിയ വേറൊരു നോവൽ ദ ഹൗസ് ഓഫ് സ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ, അവിടെ അന്തരീക്ഷത്തിൽ വലിയൊരു കോളനി ഉണ്ടാക്കി വളരെ സ്റ്റേബിൾ ആയിട്ട് മനുഷ്യൻ ജീവിക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നു. അന്തരീക്ഷത്തിൽ മൈക്രോബ്സ്, സൂക്ഷ്മ അണുക്കൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ മനുഷ്യർക്കും ഒരു കോളനി നിർമ്മിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനാണ് ഹൗസ് ഓഫ് സ്റ്റിക്സ് എന്ന ഈ നോവലിലൂടെ അതിന്റെ രചയിതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉത്സാഹം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി ശുക്രനിലേക്ക് പോകാനുള്ള ഒരു മിഷന് തുടക്കം കുറിക്കുകയാണ്. അത് ഈ വർഷം 2025 തന്നെ ശുക്രന്റെ അന്തരീക്ഷത്തിലേക്ക്, അവിടുത്തെ ആ ടെമ്പറേറ്റ് സോൺ 20 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപമാനം നിലനിൽക്കാൻ സാധ്യതയുള്ള മേഖലയിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് ഈ പ്രൈവറ്റ്ലി ഫണ്ടഡ്, സ്വകാര്യ വ്യക്തികളാൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ഈ മിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശുക്രൻ ഭൂമിയുടെ ഒരു ഇവൽ ട്വിൻ ആണ്. ഒരു ഭൂമിയെ പോലെ തന്നെ ഒരു കാലത്ത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഇടം. പക്ഷെ ഇന്ന് ഭൂമിയിൽ നിന്ന് തീർത്തും വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്ന ഗ്രഹം, അവിടെ ജീവൻ ഉണ്ടോ എന്നുള്ള അന്വേഷണം ഇന്ന് വീണ്ടും ഊർജം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവൻ നിലനിന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിന് ഇന്ന് ആക്കം കൂടുകയാണ്. നമ്മൾ ഈ പഠനങ്ങളിൽ നിന്ന് ജീവൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ ജീവന്റെ നിലനിൽപ്പ് എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച്
ഏതെല്ലാം തരം വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലും ജീവൻ നിലനിൽക്കാൻ സാധിക്കും, ഒരു ഗ്രഹത്തിൻ്റെ ജീവന്റെ ഒരു ഹിസ്റ്ററി ഏത് രീതിയിൽ അത് പരിവർത്തിച്ച് വരാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പുതിയ അറിവുകൾ നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം.